ഗായ്സ് വെൽക്കം ടു SKVK സ്റ്റോറീസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ഥലം കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മളിന്ന് വന്നേക്കുന്ന വാഗമണിലെ റോസ് ഗാർഡനിലാണ്. പക്ഷേ നമ്മൾ സാറ്റർഡേ ആണ് വന്നത്. പക്ഷേ നല്ല കോടമഞ്ഞും മഴയാണ്. അതുകൊണ്ട് ഇന്നിവിടെ ലേസർ ഷോ ഇല്ല. ആക്ച്വലി ഇവിടെ നമ്മൾ മെയിനായിട്ട് വരുന്നത് ലേസർ ഷോ കാണാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇവിടെ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കാണാനും നല്ല വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ 100 രൂപയാണ് ഇവിടെ ടിക്കറ്റ്. ആ 100 രൂപ ടിക്കറ്റ് എടുത്ത് നിങ്ങൾക്കത് ലാഭമാണെന്നുണ്ടെങ്കിൽ ഇവിടെ വാട്ടർ ഷോ കാണണം. നിങ്ങൾ 4 മണിക്ക് മുമ്പ് വരാണെങ്കിൽ ടിക്കറ്റിന് വെറും 50 രൂപയുള്ളൂ. 4 മണിക്ക് ശേഷമാണ് 100 രൂപ. ഓക്കെ, ഇതാണ് അവരുടെ മെയിൻ ഗേറ്റ് കയറി വരുമ്പോൾ ഉള്ള വ്യൂ. റൈറ്റ് സൈഡിൽ തന്നെ ഒരു ചിൽഡ്രൻസ് പാർക്ക് കൊടുത്തിട്ടുണ്ട് പിള്ളേർ കളിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഓഡിയോ മ്യൂട്ട് ചെയ്തേക്കുന്നതിന് അതുകൊണ്ടാണ് പിള്ളേരുടെ ഒച്ച ഭയങ്കരമായിട്ട് കേൾക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിന്ന് കയറി വരുന്ന ലെഫ്റ്റ് സൈഡിൽ താമരയും അവിടെ നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. അതുപോലെ തന്നെ അണ്ണാൻ, ഹെലികോപ്റ്റർ, ഹൾക്ക്, അങ്ങനെ ഒരുപാട് പിള്ളേർക്ക് എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഫസ്റ്റ് കാണുന്നത് ഈ ഒരു ഓർക്കിഡിൻ്റെ ഒരു ഏരിയ ആണ്. ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർക്കിഡുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഈ ഒരു റോസ് ഗാർഡനിൽ മൊത്തം റോസ് മാത്രമല്ല, ഇവിടെ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട്. നേരത്തെ കയറി വന്നപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കണ്ട പോലെ 4 മണി പൂക്കൾ, ഇതുപോലെ ഇഷ്ടംപോലെ പൂക്കളുണ്ട് ഇവിടെ. അതുപോലെ തന്നെ റോസും ഉണ്ട്. ഇതിപ്പോൾ വേറെ വേറെ പൂക്കളുടെ സെക്ഷനാണ്. ഇനിയിപ്പോൾ നടന്നു പോകുമ്പോഴത്തേനാ ഇത് ഫോണിൽ കാണുന്ന ഈ ഒരു കളറല്ല കേട്ടോ, ശരിക്കും റോസിന് പ്രത്യേക കളറാണ്. നല്ല ഭംഗിയുണ്ട് ആ റോസ് കാണാൻ. അതുപോലെ തന്നെ റോസ് മാത്രമല്ല, ഇവിടെ ഒരുപാട് ചെടികളുണ്ട്. എല്ലാ റോസും പൂത്തിട്ടില്ല. ഇപ്പോൾ റോസിൻ്റെ സീസൺ അല്ലാന്ന് തോന്നുന്നു. എല്ലാം പതുക്കെ പതുക്കെ ഒരെണ്ണമൊക്കെ ഓരോ ഇതിലുള്ളൂ. ഇനി നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ നോക്കാം റോസ് മാത്രമുള്ള സെക്ഷൻ ഉണ്ടോയെന്ന്. ഇതിപ്പോൾ നടന്നു പോകുന്ന വഴിക്ക് നമ്മൾ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഇത് കൊടുത്തേക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ 2025 കണ്ടില്ലേ, അതൊക്കെ ഫോട്ടോ സ്പോട്ടുകളാണ്. അതുപോലെ എന്താ അവിടെ ഇൻഫിനിറ്റി ഫോട്ടോ, അതിനുള്ള എല്ലാ സെക്ഷൻസും അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ടേ ഇവിടെ നിന്ന് എടുക്കാനായിട്ടുള്ള തിരക്കാണ്. ഇവരൊക്കെ ക്യൂ ആണ്. നമുക്കൊന്ന് ഇതിലെ അങ്ങോട്ട് പോയിട്ട് വരാം. ഇത് നമ്മുടെ കൂടെ വന്നവരാണ്. അവരവിടം വരെ പോയിട്ട് തിരിച്ചു വരാമാണ്. ആക്ച്വലി ഇപ്പം മഞ്ഞ് നിങ്ങൾക്ക് കാണാൻ നല്ല കോടയാണ്. നമ്മൾ ഇതിൽ നല്ല കോടയായിരുന്നു. ഇപ്പോഴാണ് കോടയൊന്ന് കുറഞ്ഞത്. കോട കുറഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്ന്. നല്ല മഴയായിരുന്നു കേട്ടോ. നമ്മളിങ്ങോട്ട് വരുന്ന സമയത്ത് നല്ല മഴയായിരുന്നു. ഇപ്പോൾ നമ്മുടെ കൂടെ വന്നവർ കുറച്ച് നേരത്തെ വന്നു. ഇതുപോലെ തന്നെ ഒരു ഗ്രീൻ കളറ് ആ ഷീറ്റിട്ട് ഒരുപാട് ഇതുപോലെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് പൂ പറിക്കാൻ പാടില്ല. ഒരു പൂ പറിച്ചു കഴിഞ്ഞാൽ 500 രൂപയാണ് ഫൈൻ. അത് അവർ എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട്, പൂ പറിക്കാൻ പാടില്ല എന്ന്. ഇതെല്ലാം വേറെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പൂവുകളാണ്. ഇതെല്ലാം നമ്മുടെ കൂടെ വന്നവരാണ്. അവർ ആ ലവ് ചിഹ്നത്തിൽ ശരിക്കും അതൊക്കെ ഫോട്ടോ സ്പോട്ടുകളാണ്. അവിടെ ചെന്ന് ഫോട്ടോ എടുത്ത് തിരിച്ചു കൊണ്ടാണ് അവർ എല്ലാവരും കുടയൊക്കെ ചൂടിയാൻ പോകുന്നത്. ശരിക്കും മഴയില്ലെങ്കിലാണ് ഈ ഒരു ആംബിയൻസ് നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ശരിക്കും അവർ ആ ലൈറ്റ് ഇട്ടിട്ടുണ്ട്, പക്ഷേ ആ കോട കാരണമാണ് നമുക്ക് ആ ലൈറ്റിൻ്റെ ഒരു ഭംഗി കിട്ടാത്തത്. ഞാൻ ഗൂഗിളൊക്കെ എടുത്ത് നോക്കിയപ്പോൾ, അതായത് റോസ് ഗാർഡൻ വാഗമൺ അടിച്ചു നോക്കി കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെയൊക്കെ ഫ്രണ്ടിൽ നിൽക്കുന്ന നല്ല അടിപൊളി ഫോട്ടോ. അതായത് ഇപ്പോൾ ഉണ്ടോ, ഒന്നും കൂടി ഇരുട്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഫോട്ടോ ശരിക്കും എടുക്കണം. പക്ഷേ ഇപ്പോൾ ഈ കോട ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഫോട്ടോ കിട്ടില്ല. ശരിക്കും ലൈറ്റിൻ്റെ ഒക്കെ അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് നല്ല അടിപൊളിയായിരിക്കും. ശരിക്കും ഫോട്ടോ സെക്ഷന് വേണ്ടിയിട്ടൊക്കെ വേണം ഇവിടെ വരാൻ. പക്ഷെ നമ്മളിപ്പോൾ ഈ കോടയും മഴയൊക്കെ ആയതുകൊണ്ട് നമുക്കത് ഫോട്ടോസ് കിട്ടില്ല. നമുക്കെന്തായാലും ആ 2025 അവിടെ നിന്നൊരു ഫോട്ടോ സെക്ഷൻ എടുക്കണം എന്തായാലും. ഇതുപോലെ തന്നെ ഇവിടെ ലവ് ചിഹ്നമാണെങ്കിൽ തൊട്ട് മുകളിൽ റൗണ്ട് പോലെ ഇതേപോലെ ലൈറ്റിങ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് തിരിച്ചു വരാണ് അവിടെ നിന്ന്. കണ്ടോ, ഇത് ഇൻഫിനിറ്റി ഫ്രെയിം, നമ്മൾ ഫോട്ടോ ഫ്രെയിമിലൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കുന്നത് പരിപാടിയാണ്. ആ 2025 അവിടുത്തെ ആൾക്കാർ ഇതുവരെ കുറഞ്ഞിട്ടില്ല. അവിടെ ആൾക്കാർ വന്ന് നിന്നിട്ടിരിക്കുകയാണ്. നമ്മളിവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്ന് തോന്നുന്നു. ഓക്കെ, ഈ ഒരു സെക്ഷൻ കൂടി കഴിഞ്ഞിട്ട് കണ്ട എല്ലാവരും നോക്കി നിൽക്കുകയാണ്. നമുക്കപ്പോഴേക്കും കുറച്ച് റോസാപ്പൂവും ഇവിടുത്തെ അടുത്ത ഭംഗിയും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോഴേക്കും ഒന്ന് അവിടുത്തെ ആൾക്കാർ ഫ്രീ ആവട്ടെ. ഇവിടെ ബാക്കി പൂവുകളൊക്കെ ഉണ്ട്. റോസ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ റോസിൻ്റെ സീസൺ അല്ലാന്ന്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ റോസാപ്പൂക്കൾ കുറവുള്ളത്. കണ്ടോ, ഇത് നമ്മൾ അതിൻ്റെ താഴെയുള്ള വ്യൂ ആണ് നമ്മൾ നടന്നു പോകുമ്പോൾ. അതുപോലെ തന്നെ റോസും ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള റോസ് ഉണ്ട് കേട്ടോ. ഒരുപാട് ചെടികൾ ഇവിടെ ഉണ്ട്, പക്ഷെ അതൊന്നും പൂത്തിട്ടില്ല. ഇതൊക്കെ വേറെ കളറോ പൂക്കൾ കാര്യങ്ങളൊക്കെയാണ്. നമ്മളിത്
ആ 2025 കുറച്ച് താഴത്തേക്ക് വരുന്നത്. നമ്മൾ ശരിക്കും ഇതിലേക്ക് കയറിപ്പോയി റെഡ് സെല്ലാണ് 2025. അവിടെ നല്ല തിരക്ക്. അപ്പോൾ നമ്മൾ ഒന്നും കൂടി ഈ വ്യൂസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നില്ല നേരത്തെ. അപ്പോൾ ഇതൊക്കെ ഒന്നും കൂടി എടുക്കാം. എന്തായാലും നമ്മൾ അവിടെ എത്തുന്നവരെ ടൈമുണ്ട്. ഇത് ചെമ്പരത്തി, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കാണുന്ന ചെമ്പരത്തിയാണ്, നമ്മുടെ നാട്ടിൽ ഈ കളറല്ല. ഓക്കെ, അവിടെ 2025 അവിടെ ആൾ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ണൻ ചേട്ടനാണ് ഇപ്പോൾ ഫ്രെയിമിൽ നിൽക്കുന്നത്. നമ്മളിത് അവിടെ നിന്ന് കയറി 2025 അവിടെ. അപ്പോഴേക്കും അവിടെ അടുത്ത ആൾക്കാർ വന്നു. നമ്മുടെ കുക്കിയുണ്ട്. ഓക്കെ, നല്ല കാറ്റാണ്, നിങ്ങൾക്ക് കാറ്റ് കാണാൻ പറ്റും. ഞാൻ ശരിക്കുള്ള ഓഡിയോ ഇടാത്തത് അതുകൊണ്ടാണ്. കാറ്റിൻ്റെ ആ ഒരു ഒച്ച മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇപ്പം തന്നെ കോടമഞ്ഞ് വരും, നമ്മളടുത്ത് നിൽക്കുന്ന ആളെ പോലും കാണാൻ പറ്റില്ല. ആ രീതിയിലാണ് ഇവിടുത്തേത്. അതുപോലെ തന്നെ ഇത് റൗണ്ട് സൈഡിൽ ശരിക്കും ഈ മഴ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇവർ ലൈറ്റ് ഇടാത്തതെന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ ഇതാണ് വി ലവ് വാഗമൺ. നമ്മളെല്ലാ ഫോട്ടോസിലും വാഗമണിൽ പോകുമ്പോൾ കാണുന്നത് ഈ വി ലവ് വാഗമൺ ഉള്ളത് ഇവിടെയാണ്, റോസ് ഗാർഡനിലാണ്. അപ്പം 4 മണിക്ക് മുമ്പ് വന്നാൽ നിങ്ങൾക്ക് 50 രൂപയ്ക്ക് ടിക്കറ്റ് കിട്ടും. അപ്പോൾ നിങ്ങൾ 4 മണിക്ക് മുമ്പ് തന്നെ നമുക്ക് ശരിക്കും ഇവിടെയാണ് വാട്ടർ ഡാൻസ് ഉള്ളത്. ഇതാണ് ശരിക്കും നമ്മൾ മിസ് ചെയ്യുന്ന പരിപാടി. ഇനിയിപ്പോൾ മഴ ആയതുകൊണ്ട് അവർക്ക് അത് പരിപാടി നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞേക്കുന്നത്. മഴ ഇല്ലെങ്കിൽ അവർ നടത്തിയേനെ. ഇന്ന് എന്തായാലും ആ പ്രോഗ്രാം ഇല്ലാതെ അവർ ക്യാൻസൽ ചെയ്തു. ഇതിപ്പോൾ ഒരുപാട് ആൾക്കാർ ഉണ്ട് അവിടെ കയറി ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. നമുക്ക് ഈ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാം. അപ്പോഴേക്കും നമ്മുടെ കൂടെ ഉള്ളവർ റീൽസ് എടുക്കണം എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് റീൽസ് എടുക്കാനുള്ള പരിപാടിയിലൊക്കെയാണ്. ഇവിടെ നിന്ന് ആരുമില്ല, അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് റീൽസും കാര്യങ്ങളൊക്കെ എടുക്കാം. കണ്ടോ ഈ കോട കണ്ടോ, കോട അവിടെ കവർ ചെയ്തുണ്ടോ വീൽ. അപ്പോൾ ശരിക്കും അവിടെ ചെന്ന് കഴിയുമ്പോൾ ശരിക്കും അതിനും കോട ഈ വി ലവ് വാഗമണിൻ്റെ പുറകിലായിട്ട് ശരിക്കും ഇതിനേലും നല്ല വ്യൂ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. മറ്റേ ഗ്ലാസ് ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ മുകളിൽ ഏറ്റവും ടോപ്പിൽ ചെന്ന് കഴിയുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ പുറകിലിപ്പോൾ ഞങ്ങൾ ശരിക്കും താഴെ നോക്കുമ്പോൾ ഇത് കാണണ്ടായിരുന്നില്ല. ഈ വി ലവ് വാഗമൺ മൊത്തം മഞ്ഞ് മൂടി നിൽക്കുകയായിരുന്നു. എന്നാൽ ഇതിപ്പോൾ ഭാഗ്യത്തിന് അവിടെ നിന്ന് എല്ലാവരും ഒഴിവായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഗ്യാങ് മാത്രമാണ് ഇപ്പോൾ ഇതിൻ്റെ അടുത്ത് നിൽക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ വി ലവ് വാഗമണിൻ്റെ പുറകിലുള്ള വ്യൂ. അതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഭയങ്കര ഒരു എഫക്റ്റാണ്. ഇതിലാണ് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് കയറുക. അപ്പോൾ അത് കണ്ണൻ ചേട്ടൻ ഓടി കയറുന്നുണ്ട് ആവേശത്തോടു കൂടി. ഭയങ്കര കാറ്റാണ്. എൻ്റെ ഫോൺ വരെ ഇങ്ങനെ പിടിച്ചിട്ട് കണ്ടോ, കാറ്റിൻ്റെ ആ ഒരു തീവ്രത നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഫോൺ വരെ ഇങ്ങനെ ആടുന്ന രീതിയിലുള്ള അത്രയും നല്ല കാറ്റാണ്. അപ്പോൾ അപ്പുറത്ത് ഊഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ആടാൻ വേണ്ടി നമ്മുടെ അടുത്ത ടീം പോയിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ഒരു ലവ് ചിഹ്നമുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ഊഞ്ഞാലുണ്ട്. ആ അറ്റത്ത് കണ്ടോ, ആ അറ്റത്തായിട്ടൊരു ഇതുകൊണ്ടില്ല. അത് ഇവിടെ നിന്ന് കാണാൻ പോലും പറ്റുന്നില്ല. ആക്ച്വലി എനിക്ക് തോന്നുന്നു എൻ്റെ കൂടെ വന്നേക്കണവർ ആ ഊഞ്ഞാൽ വരെ കണ്ടിട്ടുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് കണ്ടിട്ടില്ല. അത് കഴിഞ്ഞ് ഞങ്ങളിത് കയറാണ് ഏറ്റവും മുകളിൽ. നമ്മൾ ഇതിനു മുമ്പ് കയറിയ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ പോലെ തന്നെ, പക്ഷേ ഇത് ഭയങ്കര ഹൈറ്റിലായതുകൊണ്ട് അതിൻ്റേതായൊരു ഇതുണ്ടാവുമെന്ന് വിചാരിക്കും. കണ്ണഞ്ചേട്ടൻ നേരത്തെ വന്ന് കയറി നിൽക്കുകയാണ്. ഓക്കെ, ശരിക്കും ഇവിടെ നല്ല കാറ്റാണ്. ഈ ഒരു വ്യൂ ശരിക്കും ആസ്വദിക്കണമെങ്കിൽ കോടമഞ്ഞുണ്ടാവരുത്, എന്നാലാണ് കണ്ടുള്ളൂ. കണ്ടോ ഇപ്പോൾ വി ലവ് വാഗമൺ കണ്ടില്ലേ, ഇപ്പം തന്നെ അത് ശരിക്കും അങ്ങോട്ടൊക്കെ നോക്കിയാൽ നല്ല വ്യൂ പോയിൻ്റ് കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ കോട കാരണം നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ശരിക്കും ഈ ടൈമിലൊക്കെ ഭയങ്കര കോടയാണ്. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച വന്നിരുന്നു, പക്ഷേ കോട ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ആഴ്ച വെറുതെ വന്നിട്ട് പോയി. ഞങ്ങളപ്പോൾ ഇവിടെ കയറിയില്ല, വാഗമണിൽ വന്നാണ്. അന്ന് ഞങ്ങൾ ട്രക്കിങ് പോയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ വേറെ ഇടുന്നതാണ്. ഇപ്പോൾ അവിടെ മൊത്തം കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ അതുപോലെ തന്നെ ഇപ്പോൾ ആ വി ലവ് വാഗമൺ മൊത്തം ഇപ്പോൾ മഞ്ഞ് വന്ന് മൂടും. അത് കഴിഞ്ഞ് നേരത്തെ ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ശരിക്കും ഫോണിലാണ് ഒന്നും കൂടി വിസിബിളായിട്ട് കാണുന്നത്. നമ്മുടെ കണ്ണുകൊണ്ട് അത് ഒട്ടും വിസിബിൾ അല്ല. അതിപ്പോൾ അത് ഫുൾ മഞ്ഞ് മൂടും, പിന്നെ ഇപ്പം തന്നെ ഫുൾ ക്ലിയർ ആവും. ഇപ്പം തന്നെ മഞ്ഞ് മൂടും, ഇപ്പം തന്നെ ഫുൾ ക്ലിയർ ആവും. ഇതാണ് ഇതിൻ്റെ ആ ഒരു ഇവിടുത്തെ ഒരവസ്ഥ. നല്ല കോടയാണ്, കണ്ടാതെ ഗൈസ്, നല്ല കോടയാണ്. ഇപ്പോൾ അത് ശരിക്കും ഇപ്പോൾ ഇത് ഇത്തിരിയെങ്കിലും ആ ലൗച്ചിനം കാണുന്നുണ്ടല്ലോ, അതൊട്ടും കാണാത്ത രീതിയിലേക്ക് അതിൻ്റെ ഇത് പോവും. ഞാനപ്പോൾ നിങ്ങളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനിടയ്ക്ക് നല്ല കാറ്റാണ് കേട്ടോ. ഞാൻ ഈ ഫോൺ പിടിച്ചിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും നല്ല കാറ്റാണ് വീശുന്നത്. അതാണ് ഫോൺ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അനങ്ങുന്നത്. അത് അത്രയും കാറ്റാണ്. എനിക്ക് ഫോൺ പിടിച്ചിട്ട് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പോലും പറ്റുന്നില്ല, അത്രയും കാറ്റാണ്.
ഓക്കെ കേട്ടോ, ഞാൻ ഉദ്ദേശിച്ച അത്രയും ഇത് മൂടുന്നില്ല. ഓക്കെ, ആ ലൈറ്റ്, ആ മഞ്ഞ കളർ ലൈറ്റ് കാണുന്നത് ഇതാണ്. ആ കോടയുടെ ആ ഒരു ഇൻറ്റൻസിറ്റി ഉണ്ടോ ഗൈസ്? നേരത്തെ ഞങ്ങൾ അടുത്ത് നിൽക്കുന്ന ആൾക്കാരെ പോലും കാണാൻ പറ്റുന്നുണ്ടായില്ല, അത്രയ്ക്ക് കോടയാണ്. ഇപ്പോൾ ആ വീലോ വാഗമൺ കാണാൻ പറ്റുന്നുണ്ട്, നേരത്തെ അത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ഒരു ക്ലൈമറ്റ്. കണ്ടോ? അതേത് ഗൈസ്, ശ്രദ്ധിച്ചോ? നല്ല കോട വരുന്നുണ്ടോ? ശരിക്കും അത് കവറായി കണ്ടോ? യെസ്, അത് ഫുൾ കവറായി. എന്നാലും ഒരു ചെറിയ വിസിബിലിറ്റി ഉണ്ട്. അത് ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി വരുന്ന വരെ അത് ഒട്ടും കാണാത്ത രീതിയിലായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് കണ്ടോ, കാറ്റ് പോകുന്നുണ്ടോ ഗൈസ്? ഇപ്പോൾ അത് വിസിബിളായി നല്ല രീതിയിൽ. ഞാൻ ഈ ഒരു വ്യൂവിനാണ്, അതായത് ഞങ്ങളിവിടെ നോക്കി നിൽക്കുമ്പോൾ അത് മാഞ്ഞു പോവും, രണ്ടാമത് വരും, മാഞ്ഞു പോവും, രണ്ടാമത് വരും. ആ ഒരു ഇതായിരുന്നു. കണ്ടോ? ഇപ്പോൾ കണ്ടോ, അവിടെ കോട വരുന്നു, ഇപ്പം തന്നെ കോട പോകും, കോട വരുന്നു, അപ്പം തന്നെ കോട പോകും. ഇതായിരുന്നു അവസ്ഥ. ഓക്കെ, ഇതൊന്നും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നേരം വീഡിയോ പിടിച്ചിട്ടിരുന്നത്. അതെ ഗൈസ്, ഇപ്പോൾ എനിക്ക് തോന്നുന്നു, ഇപ്പോൾ ശരിക്കും എനിക്ക് ഫോണിൽ കൂടെ നോക്കിയിട്ട് ഇത് കാണാൻ പറ്റുന്നില്ല കേട്ടോ. പക്ഷേ ഫോണിൽ ആ ലൗച്ചിനെ കാണാം, പക്ഷേ എനിക്ക് നേരിട്ട് കണ്ണുകൊണ്ട് ആ ലൗച്ചിനെ കാണാൻ പറ്റുന്നില്ല, അത്രയും കോടയുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ താഴെ നിന്ന് ഇങ്ങോട്ട് കയറുന്ന ടൈമിൽ തൊട്ടടുത്തേക്ക് നാളെ പോലും കാണാൻ പറ്റില്ലായിരുന്നു, ആ രീതിയിൽ കോടയാണ്. അതുപോലെ ഇന്നിപ്പോൾ ആളുകളിവിടെ കുറവായത് ഈ വാട്ടർ ഷോ ഇല്ലാതെ, മീൻസ് ലേസർ ഷോ, വാട്ടർ ഡാൻസ്, ആ ഷോ ഇല്ലാതെ ഇവിടെ കയറിയിട്ട് കാര്യമില്ല. അത് ഓൾറെഡി നമ്മൾ ടിക്കറ്റ് എടുത്തപ്പോൾ തന്നെ അവർ പറഞ്ഞു നമ്മളോട്, ഇതില്ല, നിങ്ങൾ വെറുതെ കയറിയിട്ട് ഇറങ്ങേണ്ടി വരും, വേറെ ഒന്നും കാണാനില്ല എന്നവർ തന്നെ ഓൾറെഡി നമ്മളോട് പറഞ്ഞു. ഇത് അടുത്തൊരു ഫാമിലിയാണ് കേട്ടോ ഇങ്ങോട്ട് നടന്നു വരുന്നത്, ഒരുപാട് ഫാമിലീസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇത് നമ്മുടെ ടീമാണ് നടന്നു പോകുന്നത് അങ്ങോട്ട്. അപ്പോൾ നമുക്കും പതുക്കെ ഓക്കെ. ഈ ഒരു കണ്ടോ, ഫുള്ളായിട്ട് മറയും, ഫുള്ളായിട്ട് വരും. ഈ ഒരു വ്യൂ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര നേരം ഇവിടെ വീഡിയോ പിടിച്ചിട്ട് നിന്നത്. ഓക്കെ, അത് കിട്ടി. നമുക്കൊന്ന് പതുക്കെ താഴത്തേക്ക് ഇറങ്ങാം, ഒന്ന് ആ അറ്റം വരെ പോയി നോക്കാം. അതായത് എനിക്ക് തോന്നുന്നു ഈ വീല വാഗമൺ വരെ വന്ന എല്ലാവരും ഫോട്ടോ എടുത്ത് ഇറങ്ങി പോകാമെന്ന് തോന്നുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് എന്താണെന്ന് നോക്കിയിട്ടില്ല. എനിക്ക് തോന്നുന്നു അവിടെ ഒരു വ്യൂ പോയിൻ്റ് കൂടി ഉണ്ടെന്ന് തോന്നുന്നു ആ കോർണറിൽ. ഞാൻ ഇവിടെ നിന്ന് നോക്കിയപ്പോൾ ഒരു അറ്റത്ത് കോടയുടെ ഇടയിൽ കൂടെ ഒരു ചെറിയൊരു സ്റ്റാൻഡ് ബൈ പോലെ കണ്ടു. നമുക്കൊന്ന് നോക്കാം. നമ്മുടെ കൂടെ പോണ ടീംസാണ്, കണ്ണൻ ചേട്ടനും മാളി ചേച്ചിയൊക്കെയാണത്. കണ്ടോ? ഗൈസ്, ഇതാണ് നല്ല ശക്തിയിലാണ് ഈ കോട വീശുന്നത് കേട്ടോ. ഇപ്പം ഞാൻ എൻ്റെ ഫോണിലെ മൈക്കാണെങ്കിൽ പിന്നെ അങ്ങനത്തെ ഒരു ഒച്ചയിൽ, കാറ്റടിക്കണ ഒച്ച മാത്രമേ എനിക്ക് കേൾക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്തേക്കുന്നത്. ആണോ? ഓക്കെ, നല്ല വിസിബിളായി. അപ്പം തന്നെ കോട അടിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, നമ്മുടെ കൂടെ ഉള്ളവരാണ് പോകുന്നത്, എല്ലാവരും തിരിച്ചിറങ്ങായി. അപ്പോൾ നല്ല കാറ്റ്, ഇവിടെ നിന്ന് കുറച്ച് നേരം കാറ്റ് കൊണ്ടിട്ട് പോകാം. എന്തായാലും ഈ കോടയൊന്നും എറണാകുളത്ത് കിട്ടില്ല. അപ്പോൾ ഇവിടെ നിന്ന് കാറ്റ് കൊണ്ട് ആസ്വദിച്ച് പോകാം. അപ്പോൾ എല്ലാവരും വരുമ്പോൾ എന്തായാലും ഇവിടുത്തെ വാട്ടർ ഷോ ആണ്. എനിക്ക് തോന്നുന്നു 6 മണിക്കാണ് ഇവിടുത്തെ വാട്ടർ ഷോ തുടങ്ങണമെന്ന് തോന്നുന്നു. എന്തായാലും ഞങ്ങൾ 4 മണിയായപ്പോൾ എത്തി, അല്ല 3-3:15 ആയപ്പോൾ ഞങ്ങൾ എത്തി. അപ്പോൾ തന്നെ നമ്മുടെ കൂടെ വന്നവരെയും നല്ല മഴയായിരുന്നു, മഴയത്ത് അവർ കയറി. അപ്പോൾ ഞാനും വൈഫൊക്കെ മഴ മാറട്ടെ എന്നുള്ള രീതിയിൽ നിൽക്കായിരുന്നു. അതിനുശേഷം ഇപ്പോൾ മഴ മാറിക്കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ 4 മണിയായപ്പോൾ മഴ മാറി. ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മുമ്പുള്ളവരൊക്കെ 50 രൂപയ്ക്കാണ് ടിക്കറ്റ് എടുത്തത്. ഞങ്ങൾ എത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തൊട്ട് 100 രൂപ ടിക്കറ്റായി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ 100 രൂപ എടുത്തിട്ടാണ് കയറിയത്. ആക്ച്വലി വാട്ടർ ഷോ നടക്കുന്നുണ്ടെങ്കിൽ 100 രൂപയാണ് ടിക്കറ്റിന്. ഇതിപ്പോൾ വാട്ടർ ഷോ ഇല്ലാത്തതുകൊണ്ടായിരിക്കും, അല്ല 4 മണിക്ക് മുമ്പാണ് 50 രൂപ. അപ്പോൾ നിങ്ങൾ എന്തായാലും 6 മണിക്കാണ് വാട്ടർ ഷോ. എന്തായാലും ഒരു മണിക്കൂറൊക്കെ ഇവിടെ പോകുന്ന സമയം അറിയത്തില്ല. അപ്പോൾ നിങ്ങൾ കൃത്യം 4 മണിക്ക് മുമ്പ് വന്നാൽ 50 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇവിടെ കയറാം. അതിനുശേഷം ഇതുപോലെ ഈ ഫോട്ടോ സെക്ഷനിലൊക്കെ എടുക്കാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാം. അതൊക്കെ എടുത്ത് കഴിയുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി ടൈം ആവും. അതുപോലെ തന്നെ ഇവിടെ ഇതുണ്ട്, കോഫി ഷോപ്പുണ്ട്, സ്നാക്സ് ഷോപ്പുണ്ട്, ഐസ്ക്രീം ബാർ ഷോപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ഇതൊക്കെ കഴിച്ച് പതുക്കെ ചില്ല് ചെയ്ത് വരുമ്പോഴേക്കും 6 മണിയാവും. നേരെ 6 മണിക്ക് പോയി വാട്ടർ ഷോ കാണാം. വാട്ടർ ഷോയുടെ അടുത്ത് തന്നെയാണ് ഈ സ്നാക്സ് ബാറും കൂൾ ബാറും ഒക്കെ ഉള്ളത്. അപ്പോൾ അവിടെ നിന്നൊരു ചായ കുടിച്ച് ചില്ല് ചെയ്ത് അവിടെ തന്നെ നിൽക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് പതുക്കെ ഇവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങിയാലോ, താഴത്തെ വ്യൂസൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. ഗൈസ്, നമ്മുടെ കൂടെ വന്നവരൊക്കെ തിരിച്ചിറങ്ങിപ്പോയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ വീലോ വാഗമണിൻ്റെ ബാക്ക് സൈഡിലെ വ്യൂ.
നമുക്കിനി കുറച്ചും കൂടി ഇവിടെ നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. പിന്നെ ഊഞ്ഞാലുണ്ട്. നമ്മൾ ആദ്യം വന്നപ്പോൾ രണ്ട് സെറ്റ് ഊഞ്ഞാൽ മാത്രമേ കണ്ടുള്ളൂ, ബാക്കി കോടാനും കണ്ടില്ല. അതിൻ്റെ അപ്പുറത്തും വേറെ ഊഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. കാറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കണ്ട അവർ ഇതാണ് നമ്മൾ ആ കയറിയതിൻ്റെ അവിടെ ഒരു ലവിൻ്റെ ഒരു ഇതുണ്ട്. ഇവിടെ ഊഞ്ഞാലുണ്ട്. ആക്ച്വലി ആൾക്കാർ ഇവിടെ വരെ വരുന്നുള്ളൂ കേട്ടോ, ഇതിൻ്റെ അപ്പുറത്തേക്കുണ്ട്. അതായത് ഇതിൻ്റെ മുകളിലാണ് നമ്മൾ കയറിയത്. ഞാനും വൈഫും ഊഞ്ഞാലായിട്ട് കളിക്കുകയാണ്. നമ്മുടെ അമ്മയാണ് വീഡിയോഗ്രാഫർ. ഇത് നമ്മൾ വിചാരിച്ച ഈ 2 ഊഞ്ഞാൽ മാത്രമുള്ളതാണ്. അത് കഴിഞ്ഞപ്പോഴാണ് ആ ലവിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഊഞ്ഞാലുണ്ട്. ഓക്കെ, അത് ഈ കോട കാരണം നമ്മൾ കണ്ടില്ലായിരുന്നു. അതിനുശേഷം പിന്നെ ഇതിൻ്റെയും റൈറ്റ് സൈഡിൽ കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്, അതായത് ഒരു വ്യൂ പോയിൻ്റ് പോലെ കുറച്ച് ഒരു ഇതേ കണ്ടോ ഈ പറഞ്ഞ സാധനമുണ്ട്. ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആ ഒരു വ്യൂ കാണാൻ പറ്റില്ല, മൊത്തം കോടയാണ്. ഞാൻ പറഞ്ഞോട്ട് കണ്ട ഈ ഒരു ലിമിറ്റ് വരെ ഇപ്പം നിങ്ങൾ കാണുന്നില്ലേ, അവിടെ വരെ നമുക്ക് വിസിബിലിറ്റി കിട്ടുന്നുള്ളൂ. ശരിക്കും അപ്പുറത്തേക്ക് നല്ല വ്യൂ ആയിരിക്കണം. ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം. ഉണ്ടോ, അത് ഫസ്റ്റ് ഊഞ്ഞാൽ, സെക്കൻഡ് ഊഞ്ഞാൽ, അതിൻ്റെ അപ്പുറത്ത് നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജ്. എന്തായാലും അപ്പോൾ വാഗമൺ ട്രിപ്പ് നമ്മൾ അടിച്ചു പൊളിച്ചു. ഓക്കെ, ബൈ ഫ്രം SKVK സ്റ്റോറീസ്.